നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ പുലാവ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ സെലക്ട് എന്ന് പറഞ്ഞിട്ടുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അരിയാണ് വേണ്ടത്. 2 കപ്പ് അരിക്ക് ഞാൻ 1 കപ്പിന് 1.25 കപ്പ് വീതമാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 2.5 കപ്പ് വെള്ളം. ചൂടായ കുക്കറിലേക്ക് നമുക്കൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിലേക്ക് ഏലക്ക, പട്ട, ബേ ലീഫ് ഇടാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ടും കിസ്മിസും കൂടി ആഡ് ചെയ്യാം. ഇനി ചൂടായ പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കട്ട് ചെയ്തിരിക്കുന്ന പനീർ നന്നായിട്ട് അതിൻ്റെ എല്ലാ വശവും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമുക്ക് മസാല മിക്സിനായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എന്നിവയെല്ലാം ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് 2.5 കപ്പ് വെള്ളവും ചേർത്ത് അരിയും ചേർത്ത് നന്നായിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പനീരും കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി യമ്മി ആയിട്ടുള്ള പനീർ പുലാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ നല്ല കളറും വരുന്നത് അതിൻ്റെ ചൂട് ആറിക്കഴിയുമ്പോൾ തന്നെയാണ്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കാഷ്നട്ട്, ഹോം മെയ്ഡ് കാഷ്നട്ട് മൈനൈസാണ്. നല്ല ടേസ്റ്റിയാണ് അത് ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പീസും കൂടിയിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1 കപ്പ് കാഷ്നട്ടിൽ ആവശ്യത്തിന് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്ക് നമുക്ക് ഉപ്പ്, പഞ്ചസാര, വിനീഗർ, ആവശ്യത്തിന് വെള്ളം എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി കാഷ്നട്ട് മയനൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പനീർ പുലാവിന് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞാൻ പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ടാറ്റാ, ബൈ.